ഇംഗ്ലീഷ് മിത്രയുടെ DMസിൽ ഈ ഇടയായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് മെസ്സേജസ് ആണ്. 100 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുമോ? 100 ദിവസം കൊണ്ട് നിങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുമോ? 100 ദിവസം കൊണ്ട് ഞാൻ ഇംഗ്ലീഷ് പഠിക്കുമോ? സോ 100 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുമോ? ലെറ്റ്സ് ഫേസ് ദാറ്റ് ക്വസ്റ്റ്യൻ. 100 ദിവസം കൊണ്ട് പറ്റും, ബട്ട് യു ഹാവ് ടു പുട്ട് എ ലോട്ട് ഓഫ് എഫേർട്ട്. നല്ല പോലെ കഷ്ടപ്പെട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ ഭയങ്കര അടിപൊളിയായിട്ട് ഒരു അമേരിക്കനെ പോലെയോ ഒരു ബ്രിട്ടീഷുകാരനെ പോലെയോ നമ്മുടെ സ്വന്തം ശശി തരൂരിനെ പോലെയൊക്കെയോ ഭയങ്കരമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നതല്ല ഞാൻ പറയുന്നത്. ബട്ട് നിങ്ങളിപ്പോൾ ഏത് നിലവാരത്തിലാണോ നിൽക്കുന്നത് അതിൽ നിന്ന് ഒത്തിരി മെച്ചപ്പെടും. പക്ഷെ അതിന് നിങ്ങൾ നല്ല രീതിയിൽ എഫേർട്ട് ഇടേണ്ടി വരും. അപ്പം നിങ്ങൾ ഇത്രയും ചോദിച്ചത് കൊണ്ട് ഐ കം അപ്പ് വിത്ത് എ പ്ലാൻ. അതായത് ഒരു 4 പാർട്ടായിട്ട് ഡേയ്സിനെ ഞാൻ ഡിവൈഡ് ചെയ്ത് 4 പാർട്ടായിട്ടൊരു പ്ലാനുമായിട്ടാണ് വന്നിരിക്കുന്നത്. സോ ഈ പ്ലാൻ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് 100 ഡേയ്സ് കൊണ്ട് ഇപ്പോഴത്തെ നിലവാരത്തിൽ നിന്ന് ഒത്തിരി മെച്ചപ്പെട്ട രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. പിന്നെ ഇത് ഞാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബേസിക് ആയിട്ട് മാത്രം ഇംഗ്ലീഷ് അറിയാവുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. അതായത് ഒത്തിരി വാക്കുകളൊന്നും അറിയത്തില്ല, കുറച്ച് വാക്കുകൾ മാത്രമേ അറിയത്തുള്ളൂ, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇറ്റ്. Day 1 to 20 അതാണ് നമ്മുടെ ഫസ്റ്റ് ഫേസ്. Day 1 to 20 നിങ്ങൾ എന്തിലൊക്കെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്? 1, ബേസിക് ഗ്രാമർ പ്ലസ് ബേസിക് വൊക്കാബുലറി. എന്താണ് ഈ ബേസിക് ഗ്രാമർ? അതായത് നമ്മൾ മലയാളത്തിലെ പോലെ തന്നെ ഇംഗ്ലീഷിലും ഓരോ സിറ്റുവേഷനിൽ സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോൾ ഓരോ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. നമ്മളിപ്പോൾ മലയാളത്തിൽ പറയാറില്ലേ, ഞാൻ കഴിക്കാറുണ്ട്, ഞാൻ കഴിച്ചു, ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു, കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ. അതേപോലെ തന്നെ ഇംഗ്ലീഷിൽ ഞാൻ കഴിക്കാറുണ്ടെന്ന് പറയുമ്പോൾ ഐ എയ്റ്റ്, ഞാൻ കഴിച്ചു എന്ന് പറയുമ്പോൾ ഐ എയ്റ്റ്, ഞാൻ കഴിക്കുകയാണ് ഐ ആം ഈറ്റിംഗ്. ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് സെൻറ്റൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് ചേഞ്ച് ചെയ്യും. അപ്പം നമ്മൾ അതിൽ ഫോക്കസ് ചെയ്യുക. അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള ഗ്രാമറിൽ ഒന്ന് ഫോക്കസ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ബേസിക് വൊക്കാബുലറി പഠിക്കുക. എന്താ ഈ ബേസിക് വൊക്കാബുലറി? നമുക്ക് സെൻറ്റൻസസ് ഉണ്ടാക്കണമെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് വാക്കുകളുണ്ട്. അതായത് മെയിനായിട്ട് അവൻ, അവൾ, അത്, ഇത്, അവൻ്റേത്, അവളുടേത്, അവളെ, അവനെ, അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കുറേ വാക്കുകളുണ്ട്. അതുപോലെ തന്നെ ആക്ഷൻ വേർഡ്സ്, ഇരിക്കുക, നിൽക്കുക, നടക്കുക, ചിന്തിക്കുക, ചിന്തിച്ചു, ഇരുന്നു, നിന്നു, പറഞ്ഞു, കേട്ടു, ഇങ്ങനത്തെ കുറേ വാക്കുകളൊക്കെ ഇല്ലേ. ബേസിക് ആയിട്ട് നമ്മൾ മലയാളത്തിലായാലും സംസാരിക്കുമ്പോൾ യൂസ് ചെയ്യുന്ന വാക്കുകളുടെ ഇംഗ്ലീഷ് ഇത് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഇത് ഈ Day 1 തൊട്ട് Day 20 വരെ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുക. അറ്റ്ലീസ്റ്റ് ദിവസം ഒരു 10 വാക്കുകളെങ്കിലും നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അങ്ങനെ പഠിച്ച് ബേസിക് ഗ്രാമറും നമ്മളൊരു വശത്തിൽ നിന്ന് ഇങ്ങനെ ശരിയായിക്കൊണ്ട് വരുന്നു, ബേസിക് വേർഡ്സും നമ്മളൊരു വശത്തിൽ നിന്ന് ഇങ്ങനെ ശരിയായിക്കൊണ്ട് വരുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടി നമ്മൾ കൂട്ടുമുട്ടിച്ച് ബേസിക് സെൻറ്റൻസസ് ഉണ്ടാക്കാനായിട്ട് പഠിക്കുക. ഓക്കെ, ഇനി ദിവസവും മിനിമം ഒരു 5 മിനിറ്റ് നിങ്ങൾ ആരോടെങ്കിലും ഇംഗ്ലീഷ് കുറച്ചെങ്കിലും അറിയാവുന്ന ആരോടെങ്കിലും സംസാരിക്കുക. ആദ്യം നമ്മൾ സംസാരിക്കുമ്പം പറയുന്നത് മൊത്തം പൊട്ടത്തെറ്റായിരിക്കും, പക്ഷെ അതൊരു വിഷയമല്ല. നമ്മൾ സംസാരിക്കുക, നമ്മൾ ചെറിയ ചെറിയ തെറ്റുകൾ അവർ തിരുത്തി തരും. നമ്മുടെ സംശയങ്ങൾ ഈ 5 മിനിറ്റ് സംസാരിക്കുമ്പോൾ നമ്മുടെ സംശയങ്ങളുള്ളതൊക്കെ ചോദിക്കുക, അത് പഠിക്കുക, തെറ്റുകൾ മനസ്സിലാക്കി പഠിക്കുക. സോ ഫസ്റ്റ് 20 ദിവസം നിങ്ങൾ 5 മിനിറ്റ് സംസാരിച്ചാൽ മതി. നമുക്കൊരു വാമപ്പാണിത്. അതായത് ഒരു പരിചിതമാകാൻ വേണ്ടി ഇംഗ്ലീഷ് നമ്മളൊന്ന് ചെറുതായിട്ട് നമ്മളൊരാളെ പരിചയപ്പെടുമ്പോൾ, നമ്മളൊരു ഫ്രണ്ടിനെ ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ആദ്യമേ കയറി നമ്മൾ ഇന്ന് തൊട്ട് ബെസ്റ്റ് ഫ്രണ്ട്സ് അങ്ങനെയല്ലല്ലോ പറയുന്നത്. നമ്മൾ ചെറുതായിട്ട് ആളെ പരിചയപ്പെടും. അതുപോലെ നമ്മൾ ചെറുതായിട്ട് ഇംഗ്ലീഷിനെ ഒന്ന് പരിചയപ്പെടുക, എങ്ങനെയുണ്ട് നമ്മൾ ചെറുതായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്യാം. എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? ബേസിക് ഗ്രാമർ, ബേസിക് വൊക്കാബുലറി, ഡെയിലി ഒരു 5 മിനിറ്റ്സ് ഇംഗ്ലീഷിൽ സംസാരിക്കുക, ബേസിക് സെൻറ്റൻസസ് ഉണ്ടാക്കാൻ പഠിക്കുക. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ? ഇതാണ് Day 1 to Day 20. ഇതിൽ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്താൽ മതി. വലിയ വലിയ വാക്കുകൾ പഠിക്കേണ്ട, ചെറിയ വാക്കുകൾ ഇൻ, ഓൺ, അറ്റ്, ഇതൊക്കെ എന്താണ്, അതിൻ്റെ അർത്ഥം എന്താണ്, എവിടെയാണ് യൂസ് ചെയ്യേണ്ടത്, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ പഠിച്ചാൽ മതി. ഇതിൽ മാത്രം ഫോക്കസ് ചെയ്യുക, വേറെ ഒന്നിനും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. ഇത് നമ്മൾ 20 ദിവസത്തേക്ക് നമ്മളിതിൽ മാത്രം ഫോക്കസ് ചെയ്തു. അത് കഴിഞ്ഞ് സെക്കൻഡ് ഫേസ്. ഫേസ് 2 എന്ന് പറയുമ്പോൾ Day 21 തൊട്ട് Day 40 വരെ, 21ാമത്തെ ദിവസം മുതൽ 40ാമത്തെ ദിവസം വരെ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്? ഫസ്റ്റ് തിങ്, അപ്ഗ്രേഡ് യുവർ വൊക്കാബുലറി. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വാക്കുകളെക്കാട്ടും കുറച്ചുകൂടി അതേ മീനിങ്ങിലുള്ള കുറച്ചുകൂടി ബെറ്റർ വാക്കുകൾ പഠിക്കുക, കുറച്ചുകൂടി നല്ല വാക്കുകൾ. ഇപ്പോൾ ഉദാഹരണത്തിന് ഹാപ്പി, സാഡ്, ഇതൊക്കെ നമ്മൾ പൊതുവെ യൂസ് ചെയ്യുന്ന വാക്കുകൾ തന്നെയാണ്. അതിന് പകരമായിട്ട് നമ്മൾ ഹാപ്പിക്ക് പകരമായിട്ട് ത്രിൽഡ് എന്നുള്ള വാക്കും കൂടി പഠിച്ചു വയ്ക്കുക, സാഡിന് പകരമായിട്ട് അപ്സെറ്റ് എന്നുള്ള വാക്കും കൂടി പഠിച്ചു വയ്ക്കുക. അങ്ങനത്തെ വാക്കുകളും കൂടി ഒന്ന്, അതായത് നമ്മളുടെ ഇപ്പോഴത്തെ വൊക്കാബുലറി ഒന്നുകൂടെ ഒന്ന് മെച്ചപ്പെടുത്തുക.
സെക്കൻഡ് തിങ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് റിയൽ ലൈഫ് കോൺവെർസേഷൻസ് ഒന്ന് പഠിച്ച് പ്രാക്ടീസ് ചെയ്യുക. ചെറിയ ചെറിയ റിയൽ ലൈഫ് കോൺവെർസേഷൻ, വലിയ പാരഗ്രാഫ് ഒന്നുമല്ല, 3-4 സെൻറ്റൻസസ്. ഉദാഹരണത്തിന് ഈ റിയൽ ലൈഫ് കോൺവെർസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് സംസാരിക്കേണ്ടി വരുന്ന ഇംഗ്ലീഷ് സെൻറ്റൻസസിനെയാണ് നമ്മൾ റിയൽ ലൈഫ് കോൺവെർസേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഒരാളുടെ അടുത്തൊരു സഹായം ചോദിക്കുകയാണെങ്കിൽ, കുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ, കുഡ് യു പ്ലീസ് ഗീവ് മീ എ ബോട്ടിൽ ഓഫ് വാട്ടർ, അങ്ങനെ എങ്ങനെ ഒരാളുടെ അടുത്തൊരു സഹായം ചോദിക്കാം അത് പഠിച്ചേക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ പോകുമ്പം എങ്ങനെ ഫുഡ് ഓർഡർ ചെയ്യാം, ക്യാൻ ഐ ഗെറ്റ് എ മെനു, ഐ വിൽ ഹാവ് എ ബിരിയാണി, അങ്ങനത്തെ ബേസിക് സെൻറ്റൻസസ് പഠിച്ചേക്കാം. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ മലയാളം സംസാരിക്കാത്ത സ്ഥലങ്ങളിൽ നമുക്ക് അവരുടെ റീജിയണൽ ഭാഷ അറിയില്ലെങ്കിൽ, അവിടെ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ഏതാണെന്ന് അറിയില്ലെങ്കിൽ ഇംഗ്ലീഷിൽ സംസാരിച്ച് സർവൈവ് ചെയ്യാൻ പറ്റുന്ന 3-4 സെൻറ്റൻസസ് എങ്കിലും ഒന്ന് പഠിച്ചു വയ്ക്കുക. ഓരോ സിറ്റുവേഷന് പറ്റിയ 3-4 സെൻറ്റൻസസ്. അതാണ് സെക്കൻഡ് തിങ്. ഇനി തേർഡ് തിങ് എന്ന് പറയുന്നത്, നമ്മൾ 5 മിനിറ്റ് സംസാരിക്കാൻ പറഞ്ഞില്ലേ, ആ 5 മിനിറ്റ് നമ്മളൊന്ന് അപ്ഗ്രേഡ് ചെയ്ത് 10 മിനിറ്റ് സംസാരിക്കുക ഡെയിലി. 5 മിനിറ്റ് സംസാരിച്ച് നമ്മൾ ഒരു 20 ദിവസം, ഇനി അടുത്ത 20 ദിവസം നമ്മൾ 10 മിനിറ്റ് സംസാരിക്കുക. അത് വെറുതെ നമ്മൾ കണ്ണാടി നോക്കി സംസാരിക്കുന്നത് ഇപ്പോഴല്ല. നമുക്കൊന്നും അറിയാത്ത സമയത്ത് നമ്മൾ വെറുതെ കണ്ണാടിയിൽ നോക്കി മണ്ടത്തരം സംസാരിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ ഇമ്പ്രൂവ് ആവത്തില്ല. സോ ഈ 10 മിനിറ്റ് നിങ്ങൾ സംസാരിക്കേണ്ടത് ഒരു വ്യക്തിയുമായിട്ടാണ്, നിങ്ങളെക്കാട്ടും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഇംഗ്ലീഷ് അറിയാവുന്ന, നിങ്ങളുടെ തെറ്റുകളൊക്കെ തിരുത്തി തരാൻ പറ്റുന്ന ഒരു വ്യക്തിയുമായിട്ട്. സോ അങ്ങനെ 5 മിനിറ്റ്സ് നിങ്ങൾ സംസാരിക്കുന്നത് 10 മിനിറ്റ്സ് ആക്കി കൂട്ടുക. അതിനോടൊപ്പം തന്നെ ഇംഗ്ലീഷ് കേൾക്കാൻ തുടങ്ങുക. ഒരിക്കലും ഞാൻ ബിഗിനേഴ്സിന് ഇംഗ്ലീഷ് മൂവീസ് സജസ്റ്റ് ചെയ്യത്തില്ല. കാരണം നമ്മൾ സിനിമ കാണുമ്പം കാണുന്ന കാര്യത്തിൻ്റെ കൂടെ നമ്മൾ പോകും. പക്ഷെ അതല്ല വേണ്ട, നമ്മൾ ഇംഗ്ലീഷ് കേൾക്കുക വേണ്ട. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സിനിമ കാണുന്നത്. സോ ലിസൺ ചെയ്യുക. ചെറിയ ചെറിയ ഷോർട്ട് സ്റ്റോറീസ്, ഇംഗ്ലീഷിലുള്ള ഇന്ത്യൻ ഇംഗ്ലീഷ് സ്റ്റോറീസ് ഉണ്ടാവും. അതായത് നമുക്ക് മനസ്സിലാവാൻ പറ്റുന്ന ഇംഗ്ലീഷ്, അമേരിക്കൻ ആക്സെൻറ്റോ ബ്രിട്ടീഷ് ആക്സെൻറ്റോ ഒന്നും ഇല്ലാത്ത അതൊക്കെ കേൾക്കുക. ചെറിയ ചെറിയ യൂട്യൂബിലൊക്കെ ചെറിയ ചെറിയ സ്റ്റോറീസ് ഉണ്ടാവും, ചെറിയ ഇന്ത്യൻ പോഡ്കാസ്റ്റുകൾ ഉണ്ടാവും, അതൊക്കെ ഇംഗ്ലീഷിൽ കേൾക്കുക. ഇനി നമ്മൾ പഠിച്ചു വെച്ച വാക്കുകളുണ്ടായിരിക്കുമല്ലോ, ചെറിയ വാക്കുകൾ, അത് ഡെയിലി നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കുമ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങാം. എടാ ഞാനിന്ന് ഭയങ്കര ഹാപ്പി ആയിരുന്നു എന്ന് പറയാം. ഞാൻ ഇന്ന് ഭയങ്കര സന്തോഷത്തിലായിരുന്നു എന്ന് പറയുന്നതിന് പകരം ഞാൻ ഇന്ന് ഭയങ്കര ഹാപ്പി ആയിരുന്നു, ഇന്ന് സൂപ്പർബായിരുന്നു, ഇന്ന് അടിപൊളിയായിരുന്നു എന്ന് പറയുന്നതിന് പകരം ഇന്ന് സൂപ്പർബായിരുന്നു എന്ന് പറയാം. അങ്ങനത്തെ ചെറിയ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന വാക്കുകൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ നോർമൽ കോൺവെർസേഷനിൽ യൂസ് ചെയ്യുക. ഫുൾ സെൻറ്റൻസ് ഇംഗ്ലീഷിൽ പറയേണ്ട, വേർഡ്സ് മാത്രം യൂസ് ചെയ്താൽ മതി. അപ്പോൾ പതുക്കെ പതുക്കെ നമുക്ക് കോൺഫിഡൻസ് കിട്ടും ഇംഗ്ലീഷിൽ വേർഡ്സ് യൂസ് ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മളുടെ ഡെയിലി കോൺവെർസേഷൻസിൽ ഇംഗ്ലീഷ് ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അടുത്ത കാര്യം, ഇംഗ്ലീഷിൽ ചിന്തിച്ച് തുടങ്ങുക. പറയാൻ ഭയങ്കര എളുപ്പമാണ്, പക്ഷെ ഭയങ്കര പ്രയാസമാണ്. നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ മണ്ടത്തരം ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റാത്തതിൻ്റെ മെയിൻ കാരണവും നമ്മൾ മലയാളത്തിൽ ചിന്തിച്ച് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് സംസാരിക്കുന്നതുകൊണ്ടാണ്. അതിന് ഓപ്പോസിറ്റായിട്ട് ഇംഗ്ലീഷിൽ ചിന്തിച്ച് തുടങ്ങുക. അന്ന് ഫസ്റ്റ് നിങ്ങൾ ഈ ഡേ 21 തൊട്ട് ഡേ 40 വരെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വേർഡ്സ് മാത്രം ഇംഗ്ലീഷിൽ ചിന്തിക്കുക. നിങ്ങൾ എവിടെയെങ്കിലും ഇരിക്കുകയാണ്, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുകയാണ്, യാത്ര ചെയ്യുകയാണെങ്കിൽ ചുറ്റുമുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് വാക്കുകൾ മാത്രം ചിന്തിക്കുക. സിറ്റ്, സ്റ്റാൻഡ്, ടേബിൾ, ചെയർ, പേപ്പർ, റെഡ് കളർ, ബുക്ക്, ബ്രൗൺ ബുക്ക്, അങ്ങനെ വാക്കുകൾ മാത്രം ഇംഗ്ലീഷിൽ ചിന്തിക്കുക. ചുറ്റും കാണുന്ന സാധനങ്ങൾ വാക്കുകൾ. അതിപ്പോൾ ഒരാൾ നടക്കുവാണെങ്കിൽ വാക്ക്, ഒരാൾ ഇരിക്കുവാണെങ്കിൽ സിറ്റ്, ഒരാൾ കരയുകയാണെങ്കിൽ ക്രൈ, അങ്ങനത്തെ വാക്കുകൾ മാത്രം, നമുക്കറിയാവുന്ന വാക്കുകൾ മാത്രം ഇംഗ്ലീഷിൽ ചിന്തിക്കുക. ഇത് എത്ര ദിവസം ചിന്തിക്കണം? ഡേ 21 മുതൽ ഡേ 40 വരെ. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇത്രയും കാര്യങ്ങൾ, ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ, നിങ്ങളുടെ വൊക്കാബുലറി അപ്ഗ്രേഡ് ചെയ്യുക. അതുപോലെ തന്നെ ചെറിയ റിയൽ ലൈഫ് കോൺവെർസേഷൻസ് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ ചെറുതായിട്ട് ഇംഗ്ലീഷ് വേർഡ്സ് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക നിങ്ങളുടെ ഡെയിലി കോൺവെർസേഷനിൽ. അതുപോലെ തന്നെ 10 മിനിറ്റ് ഇംഗ്ലീഷിൽ സംസാരിക്കാനായിട്ട് തുടങ്ങുക, ഇംഗ്ലീഷിൽ ചിന്തിച്ച് തുടങ്ങുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. സോ ഇതെല്ലാം കൂടി ഒരുമിച്ച് നമ്മൾ കറക്റ്റായിട്ടൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഫോളോ ചെയ്താൽ മാത്രമേ നമ്മൾ ഇംഗ്ലീഷിൽ ഇമ്പ്രൂവ് ആവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കോഴ്സാണ് നമ്മൾ ഇംഗ്ലീഷ് മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു പേഴ്സണൽ ട്രെയിനറിനെ പ്രൊവൈഡ് ചെയ്ത് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്ത് അങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്. അപ്പോൾ കോഴ്സിലേക്ക് നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ, സിസ്റ്റമാറ്റിക്കായിട്ട് ഇംഗ്ലീഷ് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ടും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഡെമോ ക്ലാസ് അറ്റൻഡ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് നമ്മൾ പഠിപ്പിക്കുന്നതെന്ന്. അങ്ങനെ നിങ്ങൾ ഓക്കെ ആവുകയാണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുമാത്രമല്ല ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ ഫോളോ ചെയ്യുക, നിങ്ങളുടെ സജഷൻസ് കോമെൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ, ദിസ് ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര. താങ്ക് യു ആൻഡ് ഹാവ് എ വണ്ടർഫുൾ
English Mitra. Stop worrying, start learning.